ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അഴിമതി നിരോധന വകുപ്പ് കൂടി ചുമത്താനാണ് നിർദ്ദേശം നൽകിയത്. കവർച്ച, വിശ്വാസവഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്താൻ SIT തീരുമാനിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്തേക്കും. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. ഷിജോ, ഗുഡ് മോർണിംഗ്. ഷിജോ, SIT കളത്തിലേക്ക് എത്തുന്നു. സ്വാഭാവികമായും ദേവസ്വം വിജിലൻസ് ഇതുവരെ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിലും ഒപ്പം അത് SITക്കും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ ഒരു തുടർ നീക്കങ്ങൾ ആയിരിക്കുമോ SIT നടത്തുകയോ? SIT 1 മുതൽ പുതിയൊരു അന്വേഷണത്തിലേക്ക് പോവുകയാണോ ചെയ്യുക? SITയുടെ ആദ്യ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും തുടങ്ങാൻ പോകുന്നത്? സൈഫുദ്ദീൻ, ജിൽസി, ഗുഡ് മോർണിംഗ്. ഇതിനകത്ത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ശ്രീകോവിലിന് സമീപത്തെ കട്ടിളപ്പാളിയിൽ അത് ചെമ്പാക്കി മാറ്റിയെന്ന് പറയുന്ന ആ നിർണായകമായിട്ടുള്ള കണ്ടെത്തലടക്കമുള്ള കാര്യങ്ങളിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനകത്ത് കുറേയധികം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട്. ആ വിവരങ്ങൾ സംബന്ധിച്ച് വേണമെങ്കിൽ SITക്ക് അതിൽ നിന്നുകൂടി അന്വേഷണം തുടങ്ങാം. പക്ഷേ SIT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ച് അന്വേഷണം തുടങ്ങാൻ തന്നെയാണ് SIT ആലോചിച്ചിരിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, അന്വേഷണം കഴിയുന്നതുവരെ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി മാത്രമാണ് SIT ഈ അന്വേഷണം നടത്തുക. എന്തെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിവരങ്ങൾ ചോദിച്ചാൽ പോലും ഒരുപക്ഷെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരം ഒരുപക്ഷെ അന്വേഷണം ഒരു പകുതിയാകുന്നവരെങ്കിലും SIT പറയാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നില്ല. എന്നാൽ പോലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങളിലടക്കം SITയുടെ അന്വേഷണം ഉണ്ടാകും. എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കവർച്ച, മോഷണം, വിശ്വാസവഞ്ചന അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ടായിരിക്കും SIT കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം തുടങ്ങുക. അതിനും അപ്പുറത്തേക്ക് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ഈ കേസ് അന്വേഷണം വിപുലീകരിക്കണം, അല്ലെങ്കിൽ ആ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തണം. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ നിലവിൽ ചുമത്തണം എന്നുള്ള കാര്യം തന്നെ ഹൈക്കോടതി ഇന്നലെ SITക്ക് നിർദ്ദേശമായി നൽകിയിരുന്നു. അപ്പോൾ അതിന് പുറമെയാണ് അഴിമതി നിരോധന വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണം എന്നുള്ള കാര്യം SITക്ക് സംസ്ഥാന പോലീസ് മേധാവി പ്രവാട ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കൂടി ഉൾപ്പെടുത്തുമ്പോൾ കൂടുതൽ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ നിഴലിൽ നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യേണ്ടതിലേക്ക് SIT നീങ്ങും. അവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചന SIT തുടങ്ങുകയും ചെയ്യും. നമുക്കറിയാം, ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അക്കാദമി ഡയറക്ടർ S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആരോപണ നിഴലിൽ നിൽക്കുന്ന സ്പോൺസറായിട്ടുള്ള ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അടക്കമുള്ള അവരെ ചോദ്യം ചെയ്യും. 9 ജീവനക്കാർ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയനിലയിലുള്ള 9 ജീവനക്കാരാണ്. ആ 9 ജീവനക്കാരുടെയും മൊഴി വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ തന്നെ എടുക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ ഒട്ടും അമാന്തം കൂടാതെ ഈ പറയുന്ന മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴിയായിരിക്കും SIT ആദ്യം തന്നെ രേഖപ്പെടുത്തുക.